അടുക്കളയിൽ നിന്നും എന്ന എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ 2 പൊന്നുമണികളും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മൂത്ത പൊന്നുമണി അപ്പുറത്തിരുന്ന് വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കും എൻ്റെ മോൾ എന്തേ, മിക്കപ്പോഴും അവളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ പിന്നെ ക്യാമറ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്, ട്രൈപോഡിൽ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ പിന്നെ അവളുടെ സഹായം ചോദിക്കാറില്ല. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എൽസുദാ ഇങ്ങനെ ഉച്ചക്കത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഇച്ചിരി മഴയൊക്കെ പെയ്തുകൊണ്ട് ഞങ്ങളൊരു കുഞ്ഞുടുപ്പൊക്കെ ഇട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നേ. തുപ്പല തുപ്പണ് ഒരു ഉമ്മ കൊടുത്തേ പറഞ്ഞേ, ഒരു ഉമ്മ പറഞ്ഞേ, ഒരു ഉമ്മ പറഞ്ഞു. ചുണ്ട് കടിക്കണം, ചുണ്ട് കടിക്കണം, ചുണ്ട് കടിക്കണം. ചുണ്ട് കടിച്ചാൽ അസുഖം വരുമെന്ന് പറയും പണ്ടത്തെ ആൾക്കാർ. അങ്ങനെയൊന്നുമില്ല, അവർക്കൊരു നേരം പോക്കിനും പല്ലൊക്കെ വരാനുള്ള പ്രായമായിട്ടുണ്ടല്ലോ. അപ്പൊ അതാണ്. അയ്യോ കടിച്ചോ 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 കടിച്ചോ, ഞാനൊന്നും പറഞ്ഞില്ല, കടിച്ചോട്ടാ. ലൈറ്റ് നോക്കിക്കോട്ടാമ്മ, നോക്കിക്കോയെ ലൈറ്റ് പോണ ദിശയിലേക്ക്. എനിക്കറിയാം ചാട്ട എങ്ങോട്ടാണെന്ന്. ചേച്ചി അവിടെ നിൽപ്പുണ്ട്, ചേച്ചിയുടെ കാണാനാണ് എടുത്ത്, ചേച്ചി എടുക്കാനാണ് ഈ ചാടണത്. ചേച്ചിയുടെ മോളാണ് അമ്മയുടെ മോളാണ്? ചേച്ചിയുടെ മോളാണ് അമ്മയുടെ മോളാണ്? ചേച്ചിയുടെ മോളാണെങ്കിൽ കാണിക്ക്. അല്ല നിക്കട്ടെ, ചേച്ചിയുടെ മോളാണെങ്കിൽ കാണിക്ക്. ഇല്ലെന്ന്. അമ്മയുടെ മോളാണ്, അമ്മയുടെ മോളാണ് കേട്ടാ. ചേട്ടയുടെ മോളാണെങ്കിൽ കാണിക്ക്. ഇല്ല, പണിയടോ. അമ്മയുടെ മോളാണാ? ചേച്ചിയുടെ മോളാണ്. പാപ്പ ഉണ്ടാക്കണ അമ്മ തൊട്ടില് കിടത്തട്ടെ, അല്ലെങ്കിൽ താഴ്ത്ത് കിടത്തട്ടെ. ഇവളിപ്പൊ കമന്ന് വീഴും. കാണിച്ചു തരാട്ടാ. എന്നിട്ട് വാ, മണി 4 കഴിഞ്ഞു. അപ്പോൾ ഇതാ ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടിയൊക്കെ ഉള്ളൂ ഈ ഒന്നിച്ചുള്ള ഉറക്കമൊക്കെ. ഉച്ചക്കത്തെ ക്ലാസ് തുറന്ന് പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ ഞാനും എൽസും മാത്രമായിരിക്കും, ഒരു അപ്പനും മക്കളും ജോലിക്കും അതേപോലെ തന്നെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും കുഞ്ഞിപ്പെണ്ണും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങളിതാ ഇവള് കമന്ന് വീഴും കേട്ടോ. ചില സമയത്ത് ഭയങ്കര മടി കാണിക്കും, ചില സമയത്ത് അങ്ങനെ കിടക്കലും മാറിയലും ഒന്നിച്ചായിരിക്കും. എന്നാലും നമ്മളിങ്ങനെ പൈകി ഇങ്ങനെ തട്ടിയൊക്കെ കൊടുത്ത് കാണിക്കുമ്പോൾ കമന്ന് വീഴും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവളിങ്ങനെ കമന്ന് കിടക്കുന്നത് കാണാൻ വേണ്ടി. ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഞാൻ എന്തെങ്കിലും അമ്മ എന്താ വെച്ചിരിക്കണ, കമന്ന് വീണാ കമന്ന് വീണാ കമന്ന് വീണാ ഓടി വരും. കാരണം ഇവരിങ്ങനെ, കാരണം ജോക്കുട്ടൻ്റെ ആ ഒരു പ്രായം എൻജോയ് ചെയ്യാനുള്ളൊരിത് അന്നമോൾക്ക് ഉണ്ടായിരുന്നില്ല, കാരണം അവൾക്ക് കൈ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാ ജോക്കുട്ടനും അതേ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. അപ്പോൾ ജോക്കുട്ടൻ്റെ ഒരു കാർ അവിടെ ഡാമേജ് ആയിട്ട് നന്നാക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെപ്പിച്ചു. എനിക്ക് പേടിയാണ്, ഇവളിപ്പോൾ എന്തെങ്കിലും കമന്ന് വീണിട്ട് ഇങ്ങനെ തല വെച്ചിട്ട് നിലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നാക്കുകൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കും. അമ്മാതിരി പരിപാടിയൊക്കെ ഉണ്ട്. തുപ്പി ഇങ്ങനെ തെറിപ്പിക്കും, നല്ല മുഖത്തൊക്കെ നിറച്ചിങ്ങനെ തുപ്പി തെറിപ്പിച്ച് വയ്ക്കും. നമ്മുടെ ദേഹത്തോട്ടും തെറിക്കും. ഇങ്ങനെ നമ്മളടുത്ത് നിൽക്കുമ്പോഴത്തേനും ഇങ്ങനെ അങ്ങോട്ട് പൂ പോലെ അങ്ങോട്ട് തെറിപ്പിക്കും. അപ്പോൾ ഇതാ അങ്ങനെ. അപ്പോൾ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അന്നമോളെ ഞാൻ ഇലയട ഉണ്ടാക്കാൻ 2 വാഴയില മുറിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. പുറകിൽ ജോക്കുട്ടനാണ് കൂട്ട് നിൽക്കണം. പക്ഷേ എനിക്ക് കാണാം ഒരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറം നിന്നിട്ടാണ്. അപ്പോൾ ഞാൻ ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പിള്ളേർ ഞാൻ അറിയാണ്ട് വന്നും പോയി ചക്കച്ചോളയൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. അപ്പോൾ കുരു കളയാൻ മറന്നു പോകും. കട്ടാൻ മാത്രം പോരല്ലോ, നിൽക്കാനും പഠിക്കണ്ടേ. അറിയാണ്ട് എടുത്ത് തിന്നും, പക്ഷെ കുരു എടുത്ത് മാറ്റാൻ മറന്നു പോകും. അങ്ങനെ ഇതാ അപ്പം ചക്ക തിന്നല്ലേ, കുറച്ചെടുത്തമ്മാന്ന് പറഞ്ഞു. തണുത്തതായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഡയറക്റ്റ് എടുത്ത് കൊടുക്കാൻ പേടി. കഴിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടായിട്ടല്ല. ഇനി തണുത്തത് നിന്നിട്ട് വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം ഇങ്ങനെ കിടത്തി കഴിയുമ്പോൾ പാടാണ്. അപ്പം പോയി മൂത്രമൊക്കെ ഒഴിക്കുമ്പോഴത്തേനും നമ്മൾ നിക്കറൊക്കെ മാറ്റണം. ഡയപ്പർ അങ്ങനെ എപ്പോഴും ഞാൻ ഇടിയിക്കാറില്ല. ഇടിയിക്കും എന്തെങ്കിലുമൊക്കെ വയറിന് ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്കധികം ജോലി ഉള്ളപ്പോഴൊക്കെ ഞാൻ ഡയപ്പർ ഇടിക്കും.
അപ്പോൾ ഇപ്പം ഞാൻ നിക്കർ തന്നെയാണ് ഇടിയിക്കുന്നത്. ചില ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യും കേട്ടോ, അധികം ജോലിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചക്കയുടെ കുരു വേറെ, ചക്കയുടെ ആ പഴം വേറെയൊക്കെ ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. പഴമല്ലല്ലോ, അതിൻ്റെ ആ ഫ്ലഷൊക്കെ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് ശർക്കര ഉരുക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചുരുക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കൊരിച്ചിരി ഞാൻ അരിച്ചൊഴിച്ചപ്പോഴത്തേനും ഭയങ്കര പെട്ടെന്ന് കട്ടിയായി പോവുമായിരുന്നു. ഞാൻ അരിപ്പയിലേക്ക് ഒഴിച്ചപ്പോഴത്തേനും 2-3 ഡ്രോപ്സ് ഡയറക്റ്റ് ഇങ്ങനെ ഉരുക്കിയതിൻ്റെ ആ തുള്ളിയില്ലേ, 2-3 നേരെ പൊടിയിലേക്ക് വീണപ്പോൾ അതിങ്ങനെ അപ്പം തന്നെ കട്ടയായിപ്പോയി. കാരണം വെള്ളം കുറവായിട്ടാണ്. അപ്പം ഞാൻ ചക്ക ഇങ്ങനെ അതിൻ്റെ കുരുവും തോലും ഒക്കെ കളഞ്ഞെടുത്തത്, തോലും അല്ലല്ലോടെ ആ ഒരു ചവണി പോലത്തെ നാരില്ല, അതൊക്കെ കളഞ്ഞെടുത്തതൊക്കെ കൂട്ടി നല്ല ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് അരച്ചെടുക്കുകയാണ്. 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഞാൻ ചുക്കിടണം എന്ന് ഓർത്താണ്, മറന്നുപോയി. അപ്പം അന്നമോളെ ഇലയൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അങ്ങനെ ചക്ക വേഗം ഞാൻ അരച്ചെടുത്തു. അതിൻ്റെ ഇടയ്ക്കൊന്ന് വിതുമ്പി അങ്ങോട്ട് കരയുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. കുറച്ച് നേരം ഇങ്ങനെ എടുത്തൊന്ന് തോളത്തിട്ടൊന്ന് കൊട്ടിയൊക്കെ കുലിക്കൊക്കെ കൊടുക്കും. അപ്പോൾ ജോക്കുട്ടൻ ബാലരമ മേടിച്ചതിൻ്റെ കവർ പേജ് കീറിയതിൻ്റെ കേസ് തീർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം ഞാനത് കുഞ്ഞാക്ക് കളിക്കാൻ കൊടുക്കാൻ കീറിയതാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോകണം, അത് നിലത്തിട്ടിട്ട് പോയി കളയുന്ന ഇവൻ ഈ സാധനം. ഇവൻ ഇച്ചിരി ബാലരമയൊക്കെ മേടിക്കുമ്പോൾ അതിലുള്ള കളിക്കാനുള്ള കാര്യങ്ങളാണ് കൂടുതൽ. ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, കളർ അടിക്കാനുണ്ടോ, ഇതൊക്കെയാണ്. കഥ ഇരുന്ന് വായിക്കാനൊക്കെ മനസ്സ് കുറവാണ്. അത് ഞാൻ ഇരുത്തി വായിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ അതിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ടിട്ടത് ചുക്കാണ് കേട്ടോ. ഇതിന് വയറിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ടെന്ന് കരുതി ഒരു കഷ്ണം ചുക്ക് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഗോതമ്പിൻ്റെ പൊടി പൊട്ടിച്ചിട്ടപ്പോഴത്തേന് ഞാനും വരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഓടി വന്നിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ചക്ക എടുക്കാനാണ് ഞാൻ. ചക്ക അരച്ചത് ഇവൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ചക്ക അരച്ച് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അരച്ചാ എന്നാൽ ഞാൻ പോണമ്മാന്നും പറഞ്ഞ് പോയിട്ടോ. അങ്ങനെ ഞാൻ 2 പ്രാവശ്യമായിട്ട് പിന്നെ ഒന്നും കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ശർക്കര നീര് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കേണ്ടി വന്നു. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മുടെ ചുക്കും അതേപോലെ ഏലക്കയും ചക്കയും കൂടി അരച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുത്ത് ഗോതമ്പൊടി, ശർക്കര നീര്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പിട്ട് കൊടുത്താലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അതിന് നമ്മുടെ ശർക്കരയ്ക്ക് ഉപ്പുണ്ടാവും, പക്ഷേ ഈ ശർക്കരയ്ക്ക് അത്രയ്ക്കൊരു ഉപ്പുള്ളതായിട്ട് എനിക്ക് നീര് തൊട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ തോന്നിയില്ല. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു. അപ്പം ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ശർക്കര നീര് പയ്യനെ ഒന്ന് ചൂടാക്കിയിട്ട് അരിച്ച് മാറ്റി ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേനും ഒരു ചായപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ചില്ലും കുപ്പി അതിലേക്ക് പയ്യെ ഇറക്കി വെക്കുമ്പോഴത്തേനും എനിക്കത് മെൽറ്റായി അതിൽ നിന്ന് വിട്ട് കിട്ടും. കൂടുതലും എന്തെങ്കിലും കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ വരുള്ളൂ. പിന്നെ വല്ല തേങ്ങ വിളയിക്കാനോ അട ഇതേപോലെ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാനോ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള അട ഉണ്ടാക്കാനൊക്കെ ഇല്ലേ, അങ്ങനെ എടുക്കത്തുള്ളൂ. അപ്പോൾ വാഴലേക്ക് കീറിയിട്ട് ഞാൻ ആ മിക്സ് കുറച്ച് വെള്ളം നനച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് ആക്കി ഇങ്ങനെ വെച്ച് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി നമ്മൾ എത്രത്തോളം നൈസാക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. നൈസാക്കിയിട്ട് നമ്മൾ മടക്കുമ്പോൾ അതൊന്നുകൂടി കട്ടിയാവും. അതായത് നമ്മൾ നല്ല കട്ടിക്കാണ് ഒറ്റ പരത്തൽ പരത്തുന്നതെങ്കിൽ വീണ്ടും മടക്കുമ്പോൾ അത് പന്ത് പോലെയാവും, റബ്ബറിൻ്റെ കട്ടിയാവും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ നൈസായിട്ട് പരത്തിയിട്ട് മടക്കുമ്പോൾ നമുക്കൊരു മീഡിയം കനത്തിൽ, അതായത് കനം ഭയങ്കര കൂടുതലല്ല കുറവല്ലാത്ത രീതിയിൽ കിട്ടും. കുറേ ആയിട്ട് നമ്മൾ കട്ടിക്ക് പരത്തരുത്. നമുക്ക് എത്രത്തോളം കൈ കൊണ്ട് പതിച്ച് കൊടുക്കാൻ പറ്റുമോ കൈ നനച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കയ്യിൽ മാവ് അങ്ങനെ ആവത്തില്ല. അപ്പോൾ കുട്ടി അടയായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കഴിഞ്ഞ വീഡിയോയിലാണോ മുമ്പത്തെ വീഡിയോയിലാണോ എന്നറിയില്ല, ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇഡലി പാത്രമൊക്കെ അപ്പോൾ പാളീസായല്ലോ എന്ന്. ശരിയാണ്, പാളീസായി. എനിക്കത് ഇപ്പോൾ എന്തായാലും ഉടനെ പുതിയത് മേടിക്കുന്നില്ല, എന്തായാലും മേടിക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും. നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് പുതുക്കണം, കയ്യിലുള്ള പഴയ പാട്ടപാത്രങ്ങളൊക്കെ ഒന്ന് കളയണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചക്ക എടുത്തുകൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് കിച്ചണിൽ ഈച്ച അങ്ങാട്, ചക്കയുടെയും മാങ്ങയുടെയും സീസൺ വരുമ്പോൾ ഏറ്റവും വലിയൊരു തൊല്ലയാണ് ഈ ഈച്ച എന്ന് പറയുന്ന സാധനം. നമ്മൾ ഈച്ചപ്പശ മേടിച്ചൊക്കെ വയ്ക്കുമെങ്കിലും പക്ഷേ നമുക്ക് എന്നാൽ ഈച്ച വരുമെന്നേ. അപ്പോൾ വേഗം കുറച്ച് ഫിനോയിലും കുറച്ച് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് അല്ലല്ലോടാ, ഹാൻഡ് വാഷാണ് ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നത്. അതും ഫിനോയിലും കൂടി മറ്റേ ബ്ലാക്ക് ഫിനോയിലില്ലേ, ആ ഫിനോയിലും കൂടിയിട്ടാണ് നമ്മുടെ ബ്ലാക്ക് സ്ട്രോങ് എന്ന് പറയുന്ന ഫിനോയിലും കൂടി ചേർത്തിട്ടാണ് ഞാനത് മിക്സ് ചെയ്തിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ച് അതിങ്ങനെ ഒഴിച്ചിട്ട് തുടച്ചു കൊടുത്തു. കുറച്ച് നേരം പോയി കുഞ്ഞാവിനെ ഫീഡ് ചെയ്തിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ചക്കടയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പത്ത്
പാല് വെച്ചു, നല്ല ചക്കട. ഇത് ഇപ്പം തന്നെ തിന്നരുത്, പിറ്റേ ദിവസം തിന്നണം, നല്ല തണുത്തിട്ട്. പക്ഷെ സത്യം പറയട്ടെ, പിറ്റേ ദിവസം തിന്നാനുണ്ടായിരുന്നില്ല. ഇത് രാത്രി ഒരു 7:30 മണിയോടുകൂടി ചക്കട തീർന്നു. വന്നും പോയും തിന്നും. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ആ ചക്കയുടെ ഫ്ലേവർ ശരിക്കും ഉണ്ട്. ഞാൻ എപ്പോഴും കുറച്ച് ചുളയൊക്കെ ഇടാറുള്ളൂ, അതായത് കുറച്ച് ചക്കയുടെ ഇതേ ഇടാറുള്ളൂ. ഇത് ഞാൻ നന്നായിട്ട് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയതുകൊണ്ട് ചക്കയുടെ ഫ്ലേവർ ഇങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല കടുപ്പത്തിൽ നല്ല അടിപൊളി ഒരു ചായ ഉണ്ടാക്കി എടുത്തു കേട്ടോ. നമ്മൾ ഈ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടിച്ചെടുക്കണം. ഞാൻ എപ്പോഴും പറയും, നല്ല ടേസ്റ്റാണ് ആ ചായക്ക്. ധൃതിക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറ്റത്തില്ല. നമ്മളിപ്പോൾ ധൃതിയില്ല, നമുക്ക് വെക്കേഷനൊക്കെയാണ്, പിള്ളേരൊക്കെ ഇട്ട് നമുക്കൊന്ന് ആസ്വദിച്ച് കുടിക്കാൻ നേരമുണ്ടെന്നാണെങ്കിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചായക്കടയിൽ പെട്ടിക്കടയിൽ നിന്നൊക്കെ ചായ മേടിച്ച് കുടിക്കുമ്പോൾ അവർ ആ ചായ അടിക്കുന്നതുകൊണ്ടിട്ടാണ് അത്രയ്ക്കൊരു ടേസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ ആ ചായക്ക് വലിയൊരു സ്വാദം ഉണ്ടാവില്ല, ആ ചായപ്പൊടിയുടെ ഒരു ഫ്ലേവർ കൊണ്ട് മാത്രം കുടിക്കാൻ എന്നുള്ളൂ. ചായ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനൊരു ചായ ലവറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിച്ചില്ലെങ്കിൽ ഇപ്പം അനുശ്രീയൊക്കെ പറയുന്ന പോലെ ചോറ് തിന്നില്ലെങ്കിൽ മാനസിക പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ, ഇടയ്ക്ക് ചായ കുടിച്ചില്ലെങ്കിൽ രാവിലെയും വൈകിട്ടും, ഇപ്പം വൈകിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ കിട്ടിയ സന്തോഷം. അപ്പോൾ ഇത് അങ്ങനെ കിട്ടിയാൽ നല്ല ചായ കുടിച്ചാൽ എന്തും നമ്മൾ സങ്കടത്തിലാണെങ്കിലും ഒരു ദേഷ്യത്തിലാണെങ്കിലും ചായ കുടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. അപ്പോൾ ഒരു ഡ്രൈ ഷീറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് വിട്ടതാണ് ജോക്കൂട്ടനെ. അപ്പോൾ ഡ്രൈ ഷീറ്റ് എടുത്തിട്ടൊന്ന്, ജോക്കൂട്ടൻ്റെ പല്ല് പോയിട്ടുണ്ട് ഫ്രണ്ടിൽ, വേറൊരു പല്ല് ഇളകുന്നതാണ്, ഒരു സൈഡിലിട്ടാണ് കടിക്കുന്നത്. ഇവനിപ്പോൾ എന്ത് തിന്നാൻ കൊടുത്താലും കൊച്ചിനോട് ചോദിക്കും, വേണോ വായിൽ പല്ലില്ല, 6 മാസം പോകാമല്ലോ ആവാത്ത കുഞ്ഞ് എന്ത് തിന്നാനാടാന്ന് ചോദിക്കും. അതുകൊണ്ടല്ലേ ചോദിക്കണേ, മേടിക്കൂല, അതുകൊണ്ടാണ് ഞാൻ വേണമെന്ന് ചോദിക്കണേന്ന് പറയും. അപ്പോൾ സന്ധ്യ ആയി തുടങ്ങിയപ്പോഴത്തേനും ഞാൻ വേഗം ജനലും വാതിലും ഒക്കെ അടച്ച് ബന്ധസ്സമാക്കി. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട് കൊതുകിൻ്റെ വീടായിരിക്കും. അങ്ങനെ കൈ എത്താൻ പാകത്തിനുള്ള ആരോ കമൻറ്റ് ചെയ്തോട്ടോ ഒരു വീഡിയോയിൽ, സങ്കടം വരണം കൈ എത്തിപ്പിടിച്ച് ജനലടക്കണം എന്നിട്ട്. എനിക്ക് സങ്കടം വരുമെന്ന്, ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് കയ്യെത്തൂല, ഈ വയറും വെച്ചിട്ട് ഞാനിങ്ങനെ എന്തോ ഇങ്ങനെ പണ്ടത്തെ ആൾക്കാരൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം കോരണ പോലെയാണ് ഞങ്ങളുടെ ജനലടക്കണത്. ഒന്നാണ് നമ്മുടെ, എനിക്ക് പൊക്കില്ലാഞ്ഞിട്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ ചേട്ടൻ വന്നപ്പോഴത്തേനും ചാള മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വന്ന വഴിക്ക് കുഞ്ഞിനെ എടുത്ത് കുറേ നേരമൊക്കെ കളിപ്പിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര റിലീഫാണ് അവളെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ, സമാധാനമായിട്ട് എനിക്ക് ജോലികൾ ചെയ്യുക. അപ്പം നല്ല മുഴുത്ത ചാളയാണ് കേട്ടോ, നല്ല വീതിയുള്ള നല്ല മാംസമുള്ള ചാളയാണ്. മുള്ളുണ്ട്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റുണ്ട്. എല്ലാ ചാളയിലും മുട്ടയുണ്ട്, പലഞ്ഞിലും ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ആ ഒരു തരിതരി പോലെ അല്ല ഉള്ളതിൻ്റെ മുട്ടയെന്നും മറ്റേ വൈറ്റ് കളറിലെ ഒരു ഇങ്ങനെ തേങ്ങാപ്പൂള് പോലെ കിടക്കുന്ന ഒരു സംഗതിനെ നമ്മൾ പലഞ്ഞിലെന്നുമാണ് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഈ മുട്ടച്ചാള ആയതുകൊണ്ട് തന്നെ വഴുവഴുപ്പ് ഇച്ചിരി കൂടുതലായിരിക്കും. അതുകൊണ്ട് അധികം കുറച്ച് കല്ലുപ്പും, അതിനൊപ്പം തന്നെ ഞാൻ വിനാഗിരിയാണ് എടുത്തത്. നാരങ്ങ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിലും ഇങ്ങനെ ഈ മുട്ടച്ചാള ആയതുകൊണ്ട് വഴുവഴുപ്പ് കൂടുതലായിരിക്കും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിനാഗിരിയാണ് എടുത്തത്. നന്നായിട്ട് ഒരു 7-6 പ്രാവശ്യമെങ്കിലും ഞാൻ, കുറഞ്ഞതൊരു 6 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ മീൻ കഴുകിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ചില മീൻ തൊടുമ്പോൾ നല്ല മണവും ഉണ്ടാവും, പക്ഷെ അതിന് നല്ല ടേസ്റ്റും ആയിരിക്കും. ചീഞ്ഞ മണമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, പച്ച മീൻ്റെ മണമില്ലേ, ഒരു പച്ച മണം. അപ്പോൾ അന്നക്കുട്ടിക്ക് വെണ്ടക്കരിയാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിങ്ങനെ പപ്പയ്ക്ക് ഇവിടെ കുഞ്ഞായിട്ട് അരിയാൻ ഇഷ്ടമല്ല, കുറച്ച് വീതിക്കരിയണം. അപ്പോൾ നോളപ്പുണ്ടാവില്ല, നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അരിഞ്ഞു. കാരണം ഈ വെണ്ടക്ക എന്ന് പറയുന്ന സാധനം ഞാനും ചേട്ടനും മാത്രമേ കഴിക്കത്തുള്ളൂ, പിള്ളേരൊന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഇച്ചിരി എങ്ങനെ അവർ കഴിച്ചാലായി. അപ്പം നമുക്കിനി ചാള തിളപ്പിക്കാം. തേങ്ങയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ തേങ്ങ അരച്ച് വെച്ചില്ല. അതുകൊണ്ട് നമുക്ക് ചാള നിങ്ങൾ തിളപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത്. എൻ്റെ കയ്യിൽ ഇഞ്ചി തീർന്നു പോയി, പറഞ്ഞാൽ മേടിച്ചിട്ട് വരും. പക്ഷേ ഈ കണ്ട ഓട്ടം മുഴുവൻ ഓടി അലച്ചിലും കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുടെ അടുത്ത് ഇനിയും പോയി ഇഞ്ചി മേടിച്ചിട്ട് വരാൻ പറയാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി നമ്മൾ എണ്ണയിൽ മൊരിയിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഇഞ്ചി അങ്ങ് ഒതുക്കി അങ്ങോട്ട് സോൾവ് ചെയ്ത് വിട്ടു. ഇനിയും കടയിൽ ഓടിക്കാൻ വയ്യ പാവം. അപ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇച്ചിരി പോലെ വെള്ളം ഒഴിച്ചിട്ട് അവിടെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വെന്ത് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ വേറെ പുളിയൊന്നും ഇതിലിപ്പോൾ ഇടുന്നില്ല. ഈ തക്കാളിക്ക് നല്ല പുളിയുണ്ട്. നമുക്ക് തക്കാളി കട്ട് ചെയ്യുമ്പോൾ അറിയാം, നല്ല വെള്ളം ഉണ്ടെങ്കിൽ ആ തക്കാളിക്ക് നല്ല പുളി ഉണ്ടാവും. പിന്നെ നമ്മുടെ 10 വെണ്ടയ്ക്ക അരിഞ്ഞതിരിക്കുന്നുണ്ട്. അത്
നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. നിങ്ങളിപ്പോൾ ഓർക്കും ഈ പെണ്ണിൻ്റെ എല്ലാ വീഡിയോയിലും വെണ്ടയ്ക്കാണല്ലോ എന്ന്. എന്ത് ചെയ്യാനാണ്, വീഡിയോ എടുക്കുന്ന ദിവസത്തെ പച്ചക്കറിയായിട്ട് വെണ്ടയ്ക്കാണ് ഉണ്ടാവുന്നത് ലോങ് വീഡിയോ എടുക്കുമ്പോൾ. അല്ലാത്തപ്പോൾ അച്ചിങ്ങയും കോവക്കയും മാങ്ങയും തേങ്ങയൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ വെണ്ടയ്ക്കാണുള്ളത്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വെണ്ടയ്ക്ക ഞാൻ പിറ്റേ ദിവസം സാമ്പാറിലേക്ക് എടുത്തു വെച്ചു. ഞങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. എന്നിട്ടും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി കുറച്ച് ബാക്കി വന്നു. അങ്ങനെ നമ്മൾ സവാളയും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വേപ്പിലേക്ക് ഇട്ടിട്ട് മുരിയിച്ചെടുത്തതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അവിടെ അടച്ചു വെക്കില്ല, തുറന്ന് വെക്കാനാണ് നല്ലത്. ഇതിലിപ്പോൾ ഈ മുളക് പൊടിക്ക് കളറില്ലെന്നേ ഉള്ളൂ, നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ പച്ചമുളക് ചതച്ചാണ് അതിലിട്ടിട്ടുള്ളത്. ഈ കറിയുടെ കളർ നിങ്ങൾ നോക്കണ്ട, എരിവ് നന്നായിട്ടുണ്ട് മീൻസ് ഈ കറിക്ക് പാകത്തിനുള്ള എരിവുണ്ട്, കളറില്ലെന്നേ ഉള്ളൂ. മിക്കപ്പോഴും നമ്മൾ മേടിക്കുന്ന മുളക് പൊടി അങ്ങനെയാണ്, കളർ കുറവായിരിക്കും, പക്ഷേ ആ മുളക് പൊടി നല്ലതാണ് കേട്ടോ. എരിവുണ്ടാവും, കളർ കുറവായിരിക്കും എന്ന് പറയുമ്പോഴത്തേന് തന്നെ നല്ല മുളക് പൊടിയായിരിക്കും. പിന്നെ ചാറ് അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കിയ മീൻ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വറക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല, പക്ഷേ ചട്ടിയിൽ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന ഒരു 6-7 മീൻ ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പുരട്ടി വെച്ചു. ഇതിപ്പോൾ ഞാൻ ഇപ്പം എടുക്കുന്നില്ല, കാരണം നമുക്കിപ്പോഴത്തേക്ക് കറിയുണ്ട്, നമുക്കിപ്പോഴത്തേക്ക് വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വഴുതനങ്ങ മുളക് പുരട്ടി വെച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കും, പക്ഷെ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ പോയി മേലൊക്കെ കഴുകി വന്നു, ഡ്രസ്സൊക്കെ മാറി. കാരണം ഒരു 8 മണിയാകുമ്പോഴത്തേനും നൈറ്റിയുടെ ഉള്ളിൽ കയറിയില്ലെങ്കിൽ എനിക്കിപ്പോൾ എന്തോ വിമിഷ്ടം പോലെയാണ്. ചിലപ്പോൾ മാറുമായിരിക്കും, വല്ല മാനസിക പ്രശ്നമായിരിക്കും ചൂടിൻ്റെ. അങ്ങനെ കാരണം ഈ ഫീഡ് ചെയ്യുന്നതുകൊണ്ടും ഇപ്പോൾ ചൂടും ഭയങ്കര ഇതുകൊണ്ടും നൈറ്റി തന്നെയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി രാത്രിയൊക്കെ കംഫർട്ടായിട്ടുള്ള നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ ചാളയൊക്കെ അവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്, വെണ്ടയ്ക്ക ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം വന്നിട്ട് ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഇതിപ്പോൾ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ഇഡ്ഡലിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാനെടുത്ത ആ ഇഡ്ഡലിയുടെ മാവാണ് ഇപ്പോൾ ഇത് ആക്കുന്നത്. അപ്പോൾ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ കൈക്കണക്കിനാണ് 2 തവണ ഇങ്ങനെ ഉഴുന്നിട്ടിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ജോക്കൂട്ടന് ആദ്യം ഞാൻ ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഇതിൻ്റെ ആൻറ്റിയുടെ പാത്രമാണ് കേട്ടോ. ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു ചേട്ടൻ്റെ മോളുടെ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേനും ചേട്ടൻ്റെ അമ്മ, അതായത് എൻ്റെ ആൻറ്റി, എനിക്ക് ബിരിയാണിയും അതേപോലെ തന്നെ ചിക്കൻ കറി തന്നുവിട്ട പാത്രമാണ്. ഈ 10 വെണ്ടയ്ക്ക് എടുക്കാൻ ഈ പാത്രം എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഭംഗി കണ്ടപ്പോഴത്തേനും ഞാൻ എടുത്താണ് ഈ പാത്രം. ഞാൻ ആൻറ്റിക്ക് കൊണ്ട് കൊടുക്കണത് എൻ്റെ മോൾ ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന ദിവസം എങ്ങാനും കൊണ്ട് കൊടുക്കാമെന്ന് ഓർത്തിട്ട് വെച്ചതാണ്. പിന്നെ ഇതിലിപ്പോൾ അടിയിൽ കിടക്കണേ ഉള്ളൂ, ആ കറി ഇച്ചിരി കോളുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാളക്കറിയും വെണ്ടക്ക മെഴുക്കുരുട്ടൊക്കെ കൂട്ടി ചോറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജോക്കൂട്ടിനെ ഞങ്ങൾ ബേബി സിറ്ററായിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞാൽ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കോക്കിരി കളികളൊക്കെ കുഞ്ഞാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിളിക്കെട്ടൊക്കെ കൂട്ടി നമ്മുടെ ചെവി തല പൊട്ടിച്ച് കളയും, പക്ഷേ എന്നാലും കുറച്ച് നേരം അവിടെ ഇരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചു. ദോശമാവ് അരയ്ക്കാൻ വേണ്ടി പോണ നേരത്താണ് കറണ്ട് പോയത്. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. പിറ്റേ ദിവസം മൊബൈൽ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് ഇങ്ങനെ കറണ്ട് പോകും ഇനി ഡെയിലി രാത്രി ഒരു അരമണിക്കൂറോളം ഏകദേശം. അങ്ങനെ ഞാൻ പാത്രമെല്ലാം കഴിഞ്ഞു എന്ന് ഓർത്തു. പക്ഷേ ചേട്ടൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കണ കാര്യം ഞാൻ വിട്ടുപോയിട്ടു. അപ്പോൾ ഞാൻ വേഗം പാത്രം ഉള്ളതൊക്കെ കഴുകിയിട്ട് പെട്ടെന്നുള്ളത് ധൃതിക്ക് അങ്ങോട്ട് സിങ്ക് കഴുകി വെച്ചു. പാത്രങ്ങളെല്ലാം കഴുകിയിട്ടു. പാത്രങ്ങളെല്ലാം എടുത്തു വെച്ച് ചേട്ടൻ പറഞ്ഞു എൻ്റെ ഒരു പാത്രവും കൂടി ഉണ്ടെന്ന് ഞാൻ കഴുകിക്കോളാം. പൊതുവെ രാത്രി കാലങ്ങളിൽ അവനോ തിന്നുന്ന പ്ലേറ്റ് അവനോ തന്നെയാണ് കഴുകുന്നത്. എന്തെങ്കിലും ധൃതി ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ കുഞ്ഞ് കരയുമ്പോൾ എൻ്റെ പ്ലേറ്റും കൂടി അപ്പനോ മക്കളോ ആരെങ്കിലും ആയിരിക്കും കഴുകുക. പക്ഷേ ബാക്കി എല്ലാ പാത്രവും ഞാൻ കഴുകും കേട്ടോ. ചട്ടിയാണെങ്കിലും വട്ടിയാണെങ്കിലും ഒക്കെ ഇവർ കഴുകിയാലും ഞാനൊന്ന് നോക്കും മെനയായോ എന്ന്. അപ്പോൾ ചേട്ടൻ പറയും നിനക്ക് ഭ്രാന്താണ്, കാരണം എന്നേലും നന്നായിട്ട് പാത്രം കഴുകുന്ന ആൾ ചേട്ടനാണ്, വൃത്തിക്ക് കഴുകുന്നത്. ഞാൻ കഴുകും, പക്ഷെ എന്നാലും എന്നേലും എക്സ്ട്രീമായിട്ട് നന്നായിട്ട് കഴുകുന്നത് മനുവേട്ടനാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 കപ്പ് ചോറും കൂടി ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കരണ്ട് പോയി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ മിക്സി ഇപ്പോൾ കറക്കിയപ്പോഴത്തേനും മിക്സി ഒന്ന് ഓഫായിപ്പോയി, മിക്സിയുടെ ജാറിൽ അധികം സാധനങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അതിൽ ചേട്ടനവിടെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മറന്നുപോയി ഇരുട്ടത്തെ പാത്രം. ചേട്ടൻ കഴിച്ചു കഴിഞ്ഞില്ലേ? ഞാനിപ്പോഴാണ് കഴിച്ച് എണ്ണീറ്റ് എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇത് വേഗം അരച്ച് വെക്കുക, കൊച്ച് അവിടെ പിള്ളേരുടെ അടുത്താണല്ലോ, വേഗം അങ്ങോട്ട് ചെല്ലാന്ന് ഓർത്തു. അപ്പോഴേക്കും കറണ്ട് പോയി. പിന്നെ കുഞ്ഞുമാവനെ കുറേ നേരം എടുത്ത് തോളത്തൊക്കെ ഇട്ട് കറണ്ട് പോയി. പിന്നെ ഈ പെണ്ണൊക്കെ ഇടക്കില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കുറേ നേരം ചേട്ടനെടുത്തു സുല്ല് പറഞ്ഞിട്ട് പറഞ്ഞു പൊന്നെ മോളെ പിടിച്ചോ, ഞാനപ്പോൾ അടുക്കള ഒതുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു.
പക്ഷെ അവൾ ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചെന്ന് എടുത്തു. കുറച്ച് നേരം പാലൊന്നും കുടിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ചൂടെടുത്തിട്ട് അവൾക്ക് ഇങ്ങനെ വയ്യ. പിന്നെ അവസാനം നമ്മുടെ ഇലക്ഷൻ ഇങ്ങനെ വിഷറി ഒരു പോലത്തെ ഒരു ഇലക്ഷൻ ആൾക്കാർ കൊണ്ടുവന്ന് തരില്ലേ, പാർട്ടിക്കാർ കൊണ്ടുവന്ന് തരുന്ന 2-3 വിഷറിയൊക്കെ അതൊക്കെ വെച്ച് വീശി അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് വന്നു. അപ്പം ഞാൻ വേഗം ആ പിറ്റേ ദിവസത്തേക്കുള്ള മാവ് അടിച്ചു വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ. നമ്മൾ എന്തോരം കാര്യങ്ങൾ ഇങ്ങനെ മുൻകൂട്ടി ചിന്തിച്ചിട്ടാണല്ലേ നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെ പിറ്റേ ദിവസത്തേക്കുള്ള ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷെ നേരം വെളുക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ തീരുമാനം എന്തായാലും മാറും. രാവിലത്തെ ഒരു മൂഡ് എന്താണോ, അല്ല രാവിലത്തെ കുഞ്ഞിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണോ, അതനുസരിച്ചാണ് നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ദോശ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ആലോചനയൊക്കെ ആയിട്ട് പോയി കിടക്കും. പിള്ളേരുടെ കാര്യങ്ങൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ. നിങ്ങളുടെ എങ്ങനെയാണ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്